ഹായ്. ഇന്നലെ നാട്ടിലോട്ടൊരു യാത്ര പോയിരുന്നു. ദുരിത യാത്രയായിരുന്നു. അതിനെക്കുറിച്ചുള്ള വീഡിയോയാണ് ഇന്നത്തേത്. ഇതൊരു കുഞ്ഞുവാവ തൊട്ടിലിട്ട് ആടുന്നുണ്ടോ? ഈ ഒരു കുഞ്ഞാവില്ല, അതുപോലെ ഒരുപാട് കുഞ്ഞാവുകൾ ഇതിനകത്ത് തൊട്ടിലിടന്ന് ആടുന്നുണ്ട്. ഇരിക്കാൻ പോലും സ്ഥലമില്ലാതെ ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസായി വലിച്ച് കെട്ടിയിട്ട് അവർ അതിൽ കിടക്കുന്ന സീനാണത്. ഇതാണ്ടല്ലേ, നമ്മുടെ തടിമില്ല് തടി അടുക്കി ഇട്ട പോലെയാണ് ട്രെയിനകത്ത് ആളുകൾ. അത്രയും തിരക്കായിരുന്നു. പിന്നെ ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. പിന്നെ അറിയാലോ, ഹിന്ദിക്കാരൻ വരെ ഒരു ഗ്രൂപ്പായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഒന്നിനും അടുപ്പിക്കില്ല അവർ. പിന്നെ എന്തൊക്കെ മറ്റേ ബെർത്തിൽ അവർ കിടപ്പുമായിരുന്നു. അവരെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ചോറ ചീത്തയും പറഞ്ഞ് അതിൽ കയറി ഇരുന്ന് ഒന്നും സ്ഥലമൊക്കെ ഇരുന്നുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അത് ഉറങ്ങാനും പറ്റുന്നില്ല. രാത്രി 2:30 കയറിയതാണ്. അപ്പോൾ 4:30 കഴിഞ്ഞു. 4:30 കഴിഞ്ഞിട്ടും ഉറങ്ങാൻ പോലും പറ്റാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ശബരിമല സീസൺ കൂടെ ആയതുകൊണ്ട് അടുക്കാൻ പറ്റുന്നില്ല. ടിക്കറ്റ് എല്ലാം ഫുള്ളാണ്. എല്ലാം റിഗ്രറ്റാണ്, അത് എടുക്കാൻ പറ്റില്ല. പിന്നെ തൽക്കാലം ട്രൈ ചെയ്ത് നോക്കി, പറ്റുന്നില്ല. ഇവരിപ്പോൾ OTP സിസ്റ്റം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതെല്ലാം നോക്കി 11:30 മുൻപേ ഓൺലൈനിൽ കയറിയിരിക്കുന്നത്. ഷാർപ്പ് 11:30 ഞാൻ എല്ലാം ക്ലിക്ക് ചെയ്ത് നോക്കിയത് പേ എമൗണ്ട്. പക്ഷേ അപ്പോഴത്തേനും കാണിക്കുന്നു ടിക്കറ്റ് ഫില്ലാന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഇത് എന്ത് സിസ്റ്റമാണെന്നുള്ളത് അറിയില്ല. അവസാനം ഗതികിട്ട് കേരള എക്സ്പ്രസ്സിൽ കയറി പോയതാണ് ലോക്കലിൽ. അത് അതിൻ്റെ അവസ്ഥയാണിത്. ചില ആൾ ഈ തൊട്ടിൽ കെട്ടിയിരിക്കുന്ന വലിയ ആളുകളാണ്, കുഞ്ഞുങ്ങളല്ല, വലിയ ആൾക്കാരാണ്. ഇരിക്കാൻ സ്ഥലമില്ലാതെ അങ്ങോട്ടും ബെഡ്ഷീറ്റ് വലിച്ച് കെട്ടി അതിനകത്ത് കിടക്കുന്നത്. അതുപോലെ അപ്പോൾ തിരുപ്പതി എത്തിയപ്പോഴത്തേനും ഈ തിരക്ക് പോരാനായിട്ട് വേറെയും കുറേ ആളുകൾ വലിഞ്ഞു കയറിയായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു തവണയാണ് ഞാൻ പാലക്കാട് നിർത്തുന്നവരായിട്ട് ഒരു തവണ ടോയ്ലറ്റിൽ പോയത്. അത് അത്ര തിരക്കാണ്. അതിനിടയിൽ ചവിട്ടി മറിച്ച് പോകാനും പറ്റില്ല. ചാടി മറിഞ്ഞ് അവർ ചീത്ത പറയുന്ന കുറേ പേര് കിടക്കുന്നു. വേണ്ടല്ലേ, അതൊക്കെയാണ് അവസ്ഥ. ഈ യാത്രയ്ക്ക് അനുഭവിക്കുകയാണെങ്കിൽ ഇതുപോലെ പോയി തന്നെ അറിയണം. പിന്നെ നിരോധിക്കപ്പെട്ട സാധനങ്ങൾ കുക്ക ചൈന കൈൻ എന്ന് പറഞ്ഞ സാധനങ്ങൾ അതെല്ലാം സജീവമാണ്. 1-2 പേരല്ല, കുറേ പേര് വിൽക്കാനായിട്ട് വരുന്നുണ്ട്. ഈ തിരക്കിനുള്ളിൽ ഇതെല്ലാം എങ്ങനെ സാധ്യമാകുമെന്നുള്ളതാണ് അറിയാത്തത്.